ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒരുപാട് സമയമൊന്നും കളയാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള വട റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സാധാരണ കറിക്കൊക്കെ വേണ്ടി കുതിർക്കാൻ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. 250 ml കപ്പിൽ 1 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുതിർത്ത് കഴിയുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. ഇത് നമ്മൾ അരച്ചിട്ട് വടയാക്കി എടുക്കുന്ന സമയത്ത് ഒരു 15 എണ്ണം ഉണ്ടാക്കാനുള്ള അളവുണ്ടാവും കേട്ടോ. ആദ്യം ഒരു ഗ്രീൻ പീസ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കണം. ഒരുപാട് അരവും വേണ്ട, എന്നാൽ അത്യാവശ്യം നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ ചെയ്യുന്നില്ല അതേ രീതിയിൽ തന്നെ. അപ്പോൾ 2 ബാച്ചായിട്ട് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെ ആദ്യം ഒരുമിച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് നല്ലോണം കുറച്ചൊന്ന് അരഞ്ഞെന്ന് ഒതുക്കി എടുക്കുന്ന രീതിയിൽ, ഒരുപാട് വലിയ പീസിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ വേണം. അപ്പോൾ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തന്നെ ഒരു മീഡിയം സൈസിൽ വരുന്ന സവാള ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി ഇതിലേക്ക് വേണം. 5-6 പച്ചമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവ് എന്തായാലും കൂടില്ല, ഒരു 5-6 പച്ചമുളക് എന്തായാലും വേണ്ടി വരും. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഉണ്ടാവും. ഇനി ക്യാരറ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കാണുന്നത് ഇഷ്ടമല്ല, ഒരു ഇത്തിരി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കൊത്തിയരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതിയേ, വലുത് വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് കറക്കിയെടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക നമ്മൾ പറയുന്നത്. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് ആദ്യം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ കൂട്ടിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം ഈ ഒരു ഫ്ലേവറൊക്കെ തന്നെ കാര്യമായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. എല്ലാ കാര്യങ്ങളും ആ ഒരു ഗ്രീൻ പീസായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ചിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. കടലമാവായാലും കുഴപ്പമൊന്നുമില്ല. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് കുഴച്ചിട്ട് പരത്തി എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാൻ, പിന്നെ ചെറുതായിട്ട് നമുക്ക് പരത്തി നല്ലൊരു പിടുത്തം കിട്ടാമെന്ന് അറിയില്ലേ, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് കുഴച്ച് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഒരിക്കലും മൈദാണെങ്കിലും കടലമാവാണെങ്കിലും കൂടി പോകരുത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് കയ്യിലൊരു ഇത്തിരി വെള്ളം തടവി കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് പാകത്തിനുള്ള ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഒരുപാട് വലുതാവാത്ത, ഒരുപാട് കട്ടിയില്ലാത്തതാണ് നല്ലത് കേട്ടോ. ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി ഷേപ്പാക്കി എടുക്കുക. ഒരുപാട് കട്ടി കൂടിക്കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് ഫ്രൈ ആയ കളറാവും ചെയ്യും, ഉള്ളിലൊരു വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഇതിങ്ങനെ പരത്തിയെടുത്തിട്ട് കയ്യിലേക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റ് എടുക്കാനായിട്ട് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എണ്ണയിലിടുന്ന സമയത്തും അത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1-2 സ്പൂൺ കടലമാവും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിങ്ങനെ കുറേ പരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുക. ഡയറക്റ്റ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഓയിലിന് ഭയങ്കര ചൂടുണ്ടാവണ്ട, നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇടുന്ന സമയത്ത് തന്നെ കളറ് മാറുകയും ചെയ്യും, ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ആദ്യം ഇട്ടത് ചിലപ്പോൾ ഇത്തിരി കളർ മാറിയിട്ടുണ്ടാവും, അപ്പോൾ അത് ഇടയ്ക്കൊന്ന് പെട്ടെന്ന് തന്നെ മാറ്റിയാൽ മതി. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും, ഉള്ളിൽ വേവാത്തൊരു പോലെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു 1-2 തവണ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഇത്രയും ഓയിൽ വേണമെന്നില്ല കേട്ടോ. ശരിക്കും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1-2 വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8-9 എണ്ണമാണ് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാവ് വെച്ചിട്ട് 15 വടക്കുള്ളത് ഉണ്ടാവും കേട്ടോ.
പിന്നെ നമ്മൾ പരിപ്പോടെയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ആ ഒരു ചൂടോട് കൂടെ കഴിക്കുന്ന സമയത്ത് ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ടാവും. തണുത്ത് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല, എന്നാലും ചൂടോട് കൂടെ തന്നെയാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് സൂപ്പറായിരിക്കും കേട്ടോ. ശരിക്കും ആ ഒരു ക്യാരറ്റും പിന്നെ ഒരു പച്ചക്കളറും എല്ലാം കൂടെ തുറന്ന് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട് കാണാനും കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്